Good morning. Let us start our class. In previous class we studied दो बैलों की खदा. दो बैलों की खदा में दो बैल की story है. और നിങ്ങളെല്ലാവരും ടെക്സ്റ്റ് വായിച്ച് നോക്കിയായിരുന്നു? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ സ്റ്റോറി? ബാലൻസ് പോർഷൻ കുറച്ച് ഒരു പാരഗ്രാഫ് ഉണ്ട് മാഡം, അത് പഠിപ്പിക്കാം. അപ്പം എന്തായിരുന്നു നമ്മുടെ കഥയിലെ കഥാപാത്രങ്ങളുടെ പേര്? ഹീര ഓർ മോത്തി അല്ലേ? ഹീരയും മോത്തിയും ആരായിരുന്നു? ബൈലായിരുന്നു അല്ലേ? രണ്ട് ബൈലായിരുന്നു. ഹീര और मोती. ഹീര और മോത്തി. അപ്പോൾ ഹീരയും മോത്തിയും രണ്ട് ബൈലായിരുന്നു. അവരെന്തായിരുന്നു? അവരെങ്ങനെയുള്ളവരായിരുന്നു? അവർ നല്ല സന്തോഷമായിട്ട് അദ്ദേഹം ആ ഒരു ചൂരി എന്ന് പറയുന്ന ഉടമസ്ഥന്റെ കീഴിൽ നല്ല സുഖമായിട്ട് ജീവിച്ചു കൊണ്ടിരുന്നതായിരുന്നു. ചൂരിയുടെ പത്നി, ഭാര്യയുടെ സഹോദരൻ വന്നതിനെ കൊണ്ടുപോയപ്പോൾ തൊട്ടാണ് സ്റ്റോറി അല്ലേ? എന്തായിരുന്നു സംഭവിച്ചത്? അവിടെ പോയി അതിനെ ഒരുപാട് ഉപദ്രവിക്കുകയും അതിന് ഉണക്കപ്പുല്ലുകൾ മാത്രമേ കഴിക്കാൻ വേണ്ടി നൽകിയിരുന്നുള്ളൂ അല്ലേ? അപ്പോൾ പക്ഷേ നല്ല പച്ചപ്പുല്ലുകൾ തിന്നാൻ വേണ്ടിയിട്ടല്ലേ എല്ലാവർക്കും താല്പര്യം? എല്ലാവർക്കും മീൻസ് മൃഗങ്ങൾക്ക് താല്പര്യം എന്താണ്? നല്ല പച്ച പുല്ലുകൾ തിന്നുവാൻ വേണ്ടിയിട്ടാണ് ഇഷ്ടം. അപ്പോൾ അവിടെ കിടന്ന് ഒരുപാട് കഷ്ടപ്പെടുന്ന സമയത്ത് ഗയയുടെ വീട്ടിലെ ഒരു പെൺകുട്ടി ഇതിൻ്റെ ദുർദശ, എൻ്റെ ആ ഒരു അവസ്ഥ കണ്ടിട്ട് അതിനെ തുറന്നു വിടുകയും പിന്നെ എന്താണ്, ഒരു തവണ രക്ഷപ്പെട്ട് തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ പിന്നെയും പിടിച്ചുകൊണ്ട് പോയതാണ് ഗയ. അപ്പോൾ രണ്ടാമത്താണ് സംഭവിച്ചത്, പുത്രി അതിനെ തുറന്നു വിടുകയും അവരെവിടെ പോയി ഒരു കാഞ്ചി ഹൗസിൽ അകപ്പെടുകയും ചെയ്തു. അപ്പോൾ ആ ഒരു കാഞ്ചി ഹൗസിൽ നിന്നും എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? ആ ഭിത്തി ഇടിച്ച് കൊമ്പ് കൊണ്ട്, സീങ്ക് എന്ന് പറഞ്ഞാൽ കൊമ്പ്, ആ സീങ്ക് കൊണ്ട് ഇടിച്ച് തകർക്കുകയും അവിടെ നിന്ന് രക്ഷപ്പെടുവാനുള്ള ശ്രമത്തിലുമായിരുന്നു. നമ്മൾ പഠിച്ച് നിർത്തിയ പോർഷൻ. അപ്പോൾ ബാലൻസ് പോർഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, എല്ലാവരും ടെക്സ്റ്റ് എടുത്ത് വെക്കുക, മാഡത്തിനോടൊപ്പം വായിക്കാൻ വേണ്ടി പഠിക്കുക. അപ്പൊ നോക്കിയേ, दीवार में रास्ता बनते ही पहले तो घोड़ियां भागी, फिर फैंसे और बकरियां. मोती ने गिद्धों को भी सींग मार कर भगा दिया. उसने हीरा से भी भाग निकलने को कहा, पर हीरा ने मना कर दिया. मोती मन मार कर बैठ गया. सुबह होने पर खांची हाउस वालों ने देखा तो उन्हें आश्चर्य हुआ. उन्होंने हीरा और मोती को नीलाम कर दिया. नीलामी में सबसे ऊंची बोलकर एक व्यापारी ने उन्हें खरीद लिया. वह दोनों को लेकर अपने गांव की ओर चला. मार खाते खाते और भूख सकते हीरा मोती बहुत कमजोर हो गए थे. उनकी हड्डियां भी निकल आई थी. भूख प्यास से व्याकुल बैलों में कुछ भी दम बाकी नहीं रहा था. वे चुपचाप व्यापारी के साथ चलने लगा. रास्ता उन्हें जाना पहचाना लगा तो न जाने कहाँ से दम तक आ गया. वे दोनों तेजी से भागे. आगे दोनों बैल पीछे व्यापारी. पर जब तक वो उन्हें पकड़े तब तक दोनों बैल अपने घर पहुंच चुके थे. बैलों को देखकर चूरी बहुत खुश हुआ. वह उनसे लिपट गया. इतने में व्यापारी भी वहां आ पहुंचा और उन्हें मांगने लगा. मोती ने आओ देखा न था. वह व्यापारी पर झपड़ा. व्यापारी जान बचाकर वहां से भागा. छुरी की पत्नी भी भीतर से दौड़ी आई. उसने दोनों बैलों के माथे चुम लिए. എന്താണ് സംഭവിച്ചത് നോക്കിയേ. ഇപ്പോൾ ഭിത്തി ഇടിക്കുന്നവർ വെച്ചാണ് നമ്മൾ നിർത്തിയത്. ബാലൻസ് പോർഷൻ നോക്കി.
ഫസ്റ്റ് ഘോടിയ മീൻസ് ഹോഴ്സ്, കുതിരകൾ. അതിനുശേഷം ആരാണ് ഓടിയതെന്ന് നോക്കി, ഫിർ ഫാൻസെ ഓർ ബക്കരിയ, പിന്നെ എന്താണ് അതിനുള്ളിൽ കിടന്ന കാളകളും പിന്നെ ബക്കരിയ ആടുകളും ഒക്കെ ഓടി. ഫേംസ് എന്ന് പറഞ്ഞാൽ പോത്ത്. നെക്സ്റ്റ് മോത്തിനെ ഗധെ കോ ഫിർ സിംഗ് മാർ മാർ കർ ഭഗാ ദിയ. മോത്തി എന്ത് ചെയ്തു, അതിനുള്ളിൽ നിന്ന് കൊമ്പുകൾ കൊണ്ട് കുത്തി ഗധോം ഡോങ്കികളെയും കൂടി ഓടിച്ചു വിട്ടു. ഉസ്നെ ഹീര സേ ഫി ഭാഗ് നികൽനെ കോ കഹ, ഹീരയോടും കൂടി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുവാൻ വേണ്ടി പറഞ്ഞു. पर हीरा ने मना कर दिया, मोती मन मार कर रह गया. പക്ഷേ അവിടെ നിന്ന് പോകുവാൻ വേണ്ടിയിട്ട് ഹീരയ്ക്ക് മനസ്സുണ്ടായിരുന്നില്ല. सुबह होने पर कांजी हाउस वालों ने देखा तो उन्हें आश्चर्य हुआ. രാവിലെ ആയി തീർന്നപ്പോഴേ കാഞ്ചി ഹൗസിന്റെ ആൾക്കാർ വന്ന് നോക്കുമ്പോൾ അവർ വളരെ ആശ്ചര്യത്തോടു കൂടി നോക്കി. എന്താണ്, ആ കാഞ്ചി ഹൗസ് നിൽക്കുന്ന സ്ഥലത്ത് ആ ദീവാർ ഇടിച്ചു കിടക്കുന്നു, അതിൽ നിന്ന് മൃഗങ്ങളൊക്കെ രക്ഷപ്പെട്ടു പോയിരിക്കുന്നു. नीलामी में सबसे ऊंची बोली बोलकर एक व्यापारी ने उन्हें खरीद लिया. അപ്പോൾ രക്ഷപ്പെടാത്ത രണ്ട് മൃഗങ്ങൾ ആരായിരുന്നു? ഈ രണ്ട് കാളകളായിരുന്നു. അപ്പോൾ അവർ അവിടുന്ന് രക്ഷപ്പെടാതെ അവിടെ നിന്ന് നിന്നപ്പോൾ തന്നെ അവരെന്ത് ചെയ്തു? ആ ആൾക്കാർ അവര് വ്യാപാരികൾക്ക് വേണ്ടി ഈ കാളകളെ വിറ്റു. നീലാമി ആരാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. കിസി ചീസ് കോ ബേച്ച്നെ കെ ലിയേ ബോലി ലഗാനെ കി പ്രക്രിയയാണ് നീലാമി എന്ന് പറയുന്നത്. ഇന്നലെ ഞാൻ പറഞ്ഞു തന്നിരുന്നു, ഒരു സാധനം വാങ്ങിക്കുവാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് സംസാരിക്കുന്ന ആ ഒരു രീതി, ആ പ്രക്രിയയാണ് നീലാമി എന്ന് പറയുന്നത്. അപ്പോൾ एक व्यापारी ने उन्हें खरीद लिया. वह दोनों को लेकर अपने गांव की ओर चला. मार खाते खाते और भूख सकते सकते हीरा मोती बहुत कमजोर हो गए थे. എന്താണ് സംഭവിച്ചത്? അവിടെ ആ ഗൈഡ് വീട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടതിന് ശേഷം പാടത്തേക്ക് കയറി. എങ്ങനെയുള്ള പാടമായിരുന്നു? മട്ടന്റെ പാടം, കടലയുടെയൊക്കെ പാടത്തേക്ക് കയറി എന്ത് ചെയ്തു? ആ പച്ചപ്പുല്ലുകളൊക്കെ കഴിച്ചതാ, പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല. അപ്പൊ കാഞ്ചി ഹൗസിന് ഈ ആൾക്കാർ പിടിച്ചുകൊണ്ട് വന്ന് കെട്ടിയിട്ട സമയത്ത് അവിടെ കിടക്കുന്ന മൃഗങ്ങൾ മുഴുവൻ എന്തായി തീർന്നു? ദുബലാപതലയായിരുന്നു. ദുബലാപതല എന്ന് പറഞ്ഞാൽ ക്ഷീണിച്ചവസരായ, കാര്യശേഷിയില്ലാത്ത മൃഗങ്ങളായിരുന്നു അതിനുള്ളിൽ കിടന്നത്. അപ്പോൾ തന്നെ ചിന്തിക്കാം, എന്താണ്, അതിനൊരു ആഹാരവും വെള്ളമോ ഒന്നും സമയത്ത് കൊടുക്കാറില്ലായിരുന്നു. അങ്ങനെയുള്ള മൃഗങ്ങൾ കിടക്കുന്ന സ്ഥലത്തേക്കാണ് നമ്മുടെ ഈ രണ്ട് ഹീരയും മോത്തിയെയും കൂടി പിടിച്ചു കെട്ടിക്കൊണ്ട് ഇട്ടിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ആഹാരങ്ങളൊക്കെ കറക്റ്റ് സമയത്ത് കിട്ടാതെ കൂടി വന്നപ്പോൾ ഇവരും ക്ഷീണിച്ചവസരായി അല്ലേ? അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത്? അപ്പൊ ഈ ഒരു വ്യാപാരി വന്നിട്ട് ബാക്കി എല്ലാ മൃഗങ്ങളും ഓടി രക്ഷപ്പെട്ടു. ഈ രണ്ട് മൃഗങ്ങൾ തന്നെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ വന്ന് സംസാരിച്ച ഒരു വ്യാപാരി ഈ മൃഗത്തെ കൂടി വാങ്ങിക്കുകയാണ് ചെയ്തത്. വാങ്ങിച്ച് അദ്ദേഹത്തിന്റെ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ആ ഗ്രാമത്തിൽ കൊണ്ടുപോകുന്ന വഴി അതിന്റെ അവസ്ഥയാണ് പറയുന്നത്. എന്താണ്? ദാഹിച്ച് വിശന്ന് അലഞ്ഞ രണ്ട് മൃഗങ്ങളായിരുന്നു. വളരെ ക്ഷീണിതരായിരുന്നു. അപ്പൊ നമുക്ക് തന്നെ അറിയാം, ഒരു നേരം ആഹാരം കഴിച്ചില്ല, ഒരു നേരം വെള്ളം കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ക്ഷീണിച്ച അവസരമാവും അല്ലേ? അതിനേക്കാൾ വളരെ ഒരു പരിതാപകരമായ അവസ്ഥയായിരുന്നു നമ്മുടെ ഹീരയുടെ മോതി. അപ്പൊ ആലോചന ചൂരി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പക്കൽ എങ്ങനെയായിരുന്നു ഈ മൃഗങ്ങൾ എന്ന്, അവരെന്തായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നതെന്ന്. സമയാസമയങ്ങളിൽ പുല്ലും വെള്ളവും ഒക്കെ കൊടുത്ത് വളർത്തിയ രണ്ട് മൃഗങ്ങളായിരുന്നു അല്ലേ ഓരോരുത്തരുടെ അവസ്ഥ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ വ്യാപാരി പോകുകയാണ് അദ്ദേഹത്തിന്റെ ഒരു ഗ്രാമത്തിലേക്ക്. ആ ഗ്രാമത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതിന്റെ അവസ്ഥ എന്താണ്? ഹീര और मोती दुबला पतला था. വളരെ ക്ഷീണിച്ചവസരായി ഇരിക്കുകയാണ്. और मार खाते खाते और भूख सकते सकते हीरा मोती बहुत कमजोर हो गए थे. उनकी हड्डियां भी निकल आई थी.
മിണ്ടാതെ ക്ഷീണിച്ചവശരായി അല്ലേ. പതുക്കെ വ്യാപാരിയുടെ ഒപ്പം പോവുകയാണ് ഈ മൃഗങ്ങൾ. तो फूक प्यास से व्याकुल बैलों में कुछ भी दम बाकी नहीं रहा था। वे चुपचाप व्यापारी के साथ चलने लगे। रास्ता उन्हें जाना पहचाना लगा तो न जाने कहाँ से दम आ गया. അപ്പോൾ എന്താണ്, ആ പോകുന്ന വഴി അതിന് മനസ്സിലായി, അതിന് പരിചയമുള്ളതായി തോന്നിയപ്പോൾ വളരെ ഒരു സന്തോഷം. വേ ദോനോ ചേസി സേ ഭാഗെ, വളരെ സ്പീഡിൽ ഓടുവാൻ വേണ്ടി തുടങ്ങി. ആകെ ആകെ ദോനോ ബൈ പീച്ചെ പീച്ചെ വ്യാപാരി. അപ്പം നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന വഴി കുറേ ദിവസം കറങ്ങി മറ്റുള്ള നമ്മൾ സപ്പോസ് നമ്മൾ വേറൊരു വീട്ടിലേക്ക് പോവുകയാണ്, കുറേ ദിവസത്തിന് ശേഷം നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് വരികയാണ്. അപ്പം നമ്മുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും. നമ്മുടെ വഴിയൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മൾ ഓടി നമ്മുടെ വീട്ടിൽ ചെല്ലും. ഒരു യാത്രയൊക്കെ പോവുകയാണെങ്കിൽ കുറച്ച് യാത്രയൊക്കെ ചെയ്തതിന് ശേഷം വളരെ ക്ഷീണിച്ച അവസരമായി നമ്മൾ തിരിച്ചു വരുന്നത് അല്ലേ. ടൂറ് പോവുകയാണെന്ന് വെച്ചോ നിങ്ങൾ. അപ്പോൾ അതിനുശേഷം 2-3 ദിവസത്തെ യാത്രയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വീട്ടിലേക്ക് എത്തണമെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ഓടി വരും നമ്മുടെ വീട്ടിലേക്ക് അല്ലേ. എവിടെ പോയാലും കേട്ടിട്ടില്ലേ കുഞ്ഞുങ്ങളെ, നമ്മൾ എവിടെ പോയാലും നമ്മുടെ വീട്ടിൽ വന്നേ നമുക്ക് സമാധാനമുള്ളൂ. അപ്പോൾ ആ ഒരു അവസ്ഥ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോഴത്തെ ആ ഒരു അവസ്ഥയാണ് ഈ മൃഗങ്ങൾക്കും. ആ ഗ്രാമത്തിലേക്ക് ആ കർഷകൻ ആ ബൈലുകളെ കൊണ്ടുപോയപ്പോൾ, ആ ബൈൽ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ആ വീട് നിങ്ങൾക്ക് തറവാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ വീട്ടിലേക്ക് പോകുന്ന വഴി അതിന് മനസ്സിലായപ്പോൾ വളരെ സന്തോഷമുണ്ടായി. അപ്പോൾ എന്ത് ചെയ്തു, ഇത് രണ്ടും മുന്നേ ഓടി അല്ലേ. ഫസ്റ്റ് ഓടാൻ തുടങ്ങി. അതിന് പുറകെയാണ് ഈ വ്യാപാരി വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആകെ ആകെ പീച്ചെ പീച്ചെ, ആകെയുടെ ഓപ്പോസിറ്റ് ആണ് പീച്ചെ. ആകെ എന്ന് പറയുന്നുണ്ട്, പീച്ചെ എന്ന് പറഞ്ഞാൽ പിന്നെ. ആകെ ആകെ പീച്ചെ. ആകെ എന്ന് പറഞ്ഞാല് മുന്നിൽ, പീച്ചെ എന്ന് പറഞ്ഞാൽ പിന്നിൽ. മനസ്സിലായോ? അപ്പൊ മുന്നേ ഓടുകയാണ് നമ്മുടെ ബൈലുകള്. അതിന് തൊട്ട് പുറകിലായിട്ടാണ് നമ്മുടെ എന്ത് ഈ വ്യാപാരിയും വരുന്നത്. पर जब तक उन्हें पकड़े तब तक दोनों बैल अपने घर पहुंच चुके थे. ആ വ്യാപാരി ഓടി അതിനെ പിടിക്കുവാൻ വേണ്ടി ചെല്ലുമ്പോഴേക്കും അതെന്താണ്, ഓടി എൻ്റെ വീട്ടിലേക്ക് എത്തിച്ചേർന്നു എന്നാണ് പറഞ്ഞത്. ചൂരി ബഹുത്ത് ഖുശ് ഹുവാ. ബൈലുകളെ കണ്ടിട്ട് ചൂരിക്ക് വളരെ സന്തോഷമുണ്ടായി. ഉൻസെ ലിപട്ട് ഗയാ. ഇത്തനെ മേ വ്യാപാരി ഭി വഹ ആ പഹുഞ്ച. ആ സമയമായപ്പോഴത്തേക്കും ചൂരി വന്ന് കണ്ട് വളരെ സന്തോഷമായിട്ട് നിൽക്കുന്ന സമയത്ത് ആയപ്പോഴത്തേക്കും വ്യാപാരിയും പുറകെ ഓടി വന്നു. പഹുഞ്ച അവനെ മാങ്ങുനയിലക. വന്ന് ചോദിക്കുകയാണ് എൻ്റെ ബൈലുകളെ ഇന്ന് തിരിച്ചു തരാൻ വേണ്ടിയിട്ട്. കാരണം അദ്ദേഹം അല്ലേ വാങ്ങിച്ചത്. അപ്പോൾ ഉന്നെ മാങ്ങുനയിലക മോത്തിനെ ആവ് ദേഖാനാത്ത. ബഹു വ്യാപാരി പർ ചപട. വ്യാപാരിയെ ഓടിച്ചു വിട്ടു. ആരാണ്? മോത്തി. व्यापारी जान बचाकर वहां से भागा. चूरी की पत्नी भी भीतर से दौड़ी दौड़ी आई. उसने दोनों बैलों के साथ चूम लिया. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കിയേ. ഈ ബൈലുകൾ ഓടി നമ്മുടെ ചൂരിയുടെ വീട്ടിലെത്തിച്ചേർന്നു. അപ്പോൾ ചൂരിക്ക് ഈ മൃഗങ്ങളെ കണ്ടപ്പോഴത്തേക്ക് വളരെ സന്തോഷമായി. അവർ ഓടി പുറത്ത് വന്ന് അപ്പോൾ നമ്മുടെ വ്യാപാരി അതിനൊപ്പം വന്നതിന് ശേഷം വളരെ സന്തോഷത്തോടു കൂടി ഈ മോത്തി എന്ത് ചെയ്തു, ഓടിച്ചു വിടുകയാണ് ചെയ്തത് വ്യാപാരിയെ. അതിനുശേഷം ആ ചൂരിയുടെ പത്നി ഇറങ്ങി വന്നു. മാതയെ ചുരുളി എന്ന് പറഞ്ഞാൽ എന്താണ്, ഉമ്മ കൊടുത്തു എന്നാണ്. തലയിൽ ഇങ്ങനെ തടവി കൊടുക്കുക, അതിനെയാണ് മാതയെ ചുരുളി പോയി എന്ന് പറയുന്നത്. വളരെ സന്തോഷത്തോടു കൂടി അവിടെ എത്തിച്ചേർന്ന കാര്യമാണ് പറയുന്നത്. അപ്പം അത്രയേ ഉള്ളൂ. നമ്മുടെ ചാപ്റ്റർ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. നിങ്ങളെല്ലാവരും വായിക്കുവാൻ വേണ്ടി ശ്രമിക്കണം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വേണ്ടതായിട്ട് കോൺടാക്റ്റ് ചെയ്ത്
ചോദിക്കുകയും വേണം. ഇപ്പം മീനിങ്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? ഒന്നുകൂടി വേണം വായിക്കാം, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ഉത്സാഹ, ജോഷ്, വ്യാകുൽ, ദുഃഖി അല്ലെങ്കിൽ ബേചൈൻ, लाचा, विवश, दुर्दशा, बुरी हालत, कमजोर, दुबला, नीलामी, किसी चीज को बेचने के लिए बोली लगाने की प्रक्रिया, खांचे हाउस, जहां आवारा कुत्ते जानवरों को पकड़कर बंद कर दिया जाता है. खांचे हाउस എന്ന് പറഞ്ഞാൽ മൃഗങ്ങളെയൊക്കെ പിടിച്ചു കെട്ടി കൊണ്ടുപോയി ഇടുന്ന സ്ഥലമാണ് കാഞ്ചി ഹൗസ്. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ എഴുതിയ വ്യക്തി ആരാണ്? മുൻഷി പ്രേംചന്ദ്. അപ്പോൾ മൗഖികിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഹീര മോത്തി കോൻ ഥേ. അപ്പോൾ ഹീര എന്ന് പറയുന്നത് മോത്തി എന്ന് പറയുന്നതും ആരാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നത് എന്താണ്? ദോ ബൈലോം ഥേ. ബൈലോം ഥേ, हीरा मोती बैलों थे. चूरी की पत्नी के भाई का नाम क्या था? ചൂരിയുടെ പത്നിയുടെ സഹോദരന്റെ പേരെന്തായിരുന്നു എന്നാണ് ചോദിച്ച ക്വസ്റ്റ്യൻ. എന്തായിരുന്നു? ഗയ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? പശു ഭി കിസ്കാ ഭൂക്കാ ഹോത്താ ഹേ. പശു എന്തിനു വേണ്ടിയിട്ടുള്ള വിശപ്പാണ് ഉണ്ടാകുന്നത്? അതിനെ പശു പ്യാർക്കാ ഭൂക്കാ ഹോത്താ ഹേ. ഇതിനു വേണ്ടിയിട്ടുള്ള സ്നേഹത്തിന് വേണ്ടിയിട്ടുള്ള വിശപ്പ്. തേർഡ് ക്വസ്റ്റ്യൻ നോക്കിയേ. പശു ഫീ, നമ്മൾ മൃഗങ്ങളെയൊക്കെ സ്നേഹിക്കത്തില്ലേടെ? അതുപോലെയാണ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? പശു ഫീ കിസ്കാ ഭൂക്കാ ഹോത്താ ഹേ. എന്തിനുള്ള വിശപ്പാണ്? പശു ഭീ പ്യാർ കാ ഭൂക്കാ ഹോത്താ ഹേ. പശു മൃഗങ്ങൾ പ്യാർ എങ്ങനെയാണ് എഴുതുന്നത് നോക്കിയേ. പ്യാർന്ന് പായുടെ പകുതിയും യായുമാണ് പ്യാർ. प्यार का भूखा होता है. प्यार का भूखा होता है. गया ने हीरा मोती को खाने के लिए क्या किया? എന്തായിരുന്നു വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തത്? എന്താണ് കഴിച്ചത്? രൂക്ക സൂക്ക ഫൂസ, ഉണങ്ങിയ പുല്ലുകള്. രൂക്ക സൂക്ക ഫൂസ. ഗയാനെ ഹീര മോത്തി കോ के लिए
क्या दिया, खाने के लिए क्या दिया, गया ने നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്, ക്വസ്റ്റ്യനകത്ത് തന്നെയുണ്ട് ഗയാ ने हीरा मोती देखो खाने के लिए, क्वेश्चन तന്നെയുണ്ട് നോക്കുക, खाने के लिए रुका सूखा उണങ്ങിയ പുല്ലുകൾ, फूसा फूसा डाल दिया, ओके എന്തായിരുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു, पशु भी किसका भूखा होता है, पशु भी प्यार സ്നേഹത്തിന് വേണ്ടിയിട്ടുള്ള വിശപ്പ്, प्यार का भूखा होता है, और गया ने हीरा मोती को खाने के लिए क्या दिया, ഒന്നുകൂടി വായിക്കാം, गया ने हीरा मोती को खाने के लिए क्या दिया, गया ने हीरा मोती को खाने के लिए रूखा सूखा फूसा डाल दिया, ഉണങ്ങിയ പുല്ലുകളാണ് കൊടുത്തിട്ടുള്ളത്. खेत के रखवालों ने, फिफ्थ क्वेश्चन നോക്കിയേ നിങ്ങളെ, खेत के रखवालों ने दोनों बैलों को कहाँ बंद कर दिया, എവിടെയാണ് കൊണ്ടുപോയി പൂട്ടിയിട്ടത്, ആ വേർഡ് മനസ്സിലായോ, ഈ ക്വസ്റ്റ്യൻ മനസ്സിലായോ, ഓ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, खेत के रखवालों ने खेत वयल, खेत के रखवालों, खेत के रखवालों ने दोनों बैलों को कहाँ बंद करवा दिया, कहाँ करवा दिया, कहाँ बंद करवा दिया, कहाँ बंद करवा दिया, खेत के रखवालों ने, खेत के रखवालों ने दोनों बैलों को, आंसर എന്താണ്, खेत के
दोनों बैलों को കാഞ്ചി ഹൗസിൽ എവിടെയാണ് കൊണ്ടിട്ടത്? കാഞ്ചി ഹൗസ്. കാഞ്ചി हाउस में बंद करवा दिया. हाउस में बंद करवा दिया. മനസ്സിലായോ? खेत के रखवालों ने दोनों बैलों को कहा बंद करवा दिया. खेत के रखवालों ने दोनों बैलों को कांजी हाउस में बंद करवा दिया. രണ്ട് ബൈലിനെയും കൂടി എവിടെയാണ് കൊണ്ടുപോയി കെട്ടിയിട്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എവിടെയാണ് കൊണ്ടുപോയി കെട്ടിയിട്ടിരുന്നത്? खेत के रखवालों ने दोनों बैलों को कांची हाउस में बंद करवा दिया. മനസ്സിലായോ? അപ്പോൾ 5 ക്വസ്റ്റ്യന്റെ ആൻസറിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കേ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്നുകൂടി വേണം വായിക്കാം. खेत के रखवालों ने दोनों बैलों को कहा बंद करवा दिया. खेत के रखवालों ने दोनों बैलों को कांजी हाउस में बंद करवा दिया. Understand? और नेक्स्ट लिखित क्वेश्चन नोकिए. चूरी के पास में कितने बैल थे? चूरी के पास कितने बैल थे? ചൂരിയുടെ അടുത്ത് എത്ര ബൈൽ ഉണ്ടായിരുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. എത്ര ബൈൽ ഉണ്ടായിരുന്നു? 2. എത്രയാണ്? ചൂരി के पास चूरी के पास कितने बैल थे? चूरी के पास 2 बैल थे. 2 बैലാണ് ഉണ്ടായിരുന്നത്. चूरी के पास 2 बैल थे. 2 means 2. TW2 എന്നാണ് നമ്മൾ 2 എന്ന് പറയുന്നത്. नेक्स्ट എന്താണ്? चूरी के बैलों को कौन मांग कर ले गया? चूरी के बैलों को कौन मांग कर ले गया? ആരാണ് മേടിച്ചു കൊണ്ടുപോയത്? ഗയയാണല്ലേ. चूरी के बैलों को